വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൽബിൻ മിക്കി. ഇന്ന് സീരീസിന്റെ പാർട്ട് 4 ആയിട്ട്. അപ്പോൾ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിലെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആഫ്റ്റർ എ ലോങ് വീക്സ് അഗോ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് കഴിഞ്ഞ് എങ്ങനെയുണ്ട് പരിചയ നിങ്ങൾ കമൻ്റ് ഒക്കെ ചെയ്യുക. എനിക്ക് പരിചയമൊക്കെ ഉണ്ടായിരുന്നു, ഇച്ചിരി ടഫൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ കോർഡിനേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ആയിട്ടൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഗോൾ എന്താ, 2 ഗോളേ ഉള്ളൂ, സിമ്പിൾ. 1 ഡയമണ്ട് നമ്മുടെ പൊട്ടിച്ചെടുക്കുക, 3 എണ്ണം വെച്ച് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കണം. പിന്നെ എൻചാൻറ്റിംഗ് ടേബിൾ ഒന്നും ഉണ്ടാക്കുന്നില്ല ഇപ്പോഴേ. ഓക്കെ, പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, പിന്നെ നമുക്കൊരു സ്റ്റേബിൾ ഉണ്ടാക്കണം. നമ്മുടെ ഈ ചുണക്കുട്ടൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ നല്ല പേര്, കുറച്ച് പേരൊക്കെ ചീത്ത പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആകെപ്പോഴും 2 പേര് എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ഫീറോക്സ് എന്ന് പറഞ്ഞവനും പിന്നെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഫീറോക്സും പിന്നെ അതൊരു റോഹാൻ എന്ന് പറഞ്ഞവനും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നന്ദി പേരിട്ടാനും ഒക്കെ വേറെ ആരും റെസ്പോണ്ട് ചെയ്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ എൻ്റെ വീഡിയോ കമൻറ്റ് ചെയ്തടാ, മറ്റേ ആര് നാവിസണ്ണൻ, ഹോട്ട് കോർ നാവിസണ്ണൻ കമൻറ്റ് ചെയ്തടാ. ഞാൻ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കണ്ടാൽ മതി. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നന്ദി. ഓക്കെ, നമുക്ക് നേരെ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിൽ പോകുന്നവരെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്ത് നിന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം നേരെ വീഡിയോയിലോട്ട് വെച്ച് വിടും. അപ്പോൾ ഗൈസ്, നമുക്കപ്പോൾ ഡയമണ്ട് ഫസ്റ്റ് ഗോൾ ഓഫ് ഡയമണ്ട് ആണ്. അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ താഴോട്ട് ഇറങ്ങി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊരു എന്താ പറയുക ഇതുണ്ടാക്കിയായിരുന്നു. പിന്നെ ഫുൾ അയൺ ആർബർ ടൂൾസ് ആയിരുന്നു. ഡയമണ്ട് ഒപ്പിക്കണം. പതിയെ അത് പതുക്കെ നമുക്ക് പോയാൽ മതി. ഞാനൊരു സാധനം കണ്ടുപിടിച്ച്, ഒരു ഡയമണ്ട് വേണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് എവിടെയായിരുന്നു നോക്കിയിട്ട് വരാം. ഇവിടെ നിങ്ങളെ ലാഗ് അടിപ്പിക്കാണ്ട് വിചാരിക്കാനാണ് 3 ഡയമണ്ട് പൊട്ടിച്ചെടുക്കുന്നത്. 1 അച്ചീവ്മെന്റ് ഇന്നല്ല ഡയമണ്ട് കണ്ടുപിടിച്ച അച്ചീവ്മെന്റ്. ഓക്കെ, ഇത് ഫുള്ളങ്ങ് വെട്ടിയെടുക്കുക. ഈ 2 മാത്രം ഇവിടെ ഇരുന്നോട്ടല്ലേ. 2 വെച്ച് നമുക്ക് വകയിലും കളിയെല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടാക്കുന്നുണ്ട് ഇല്ല. ഓക്കെ, നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റാർട്ടറായിട്ട് എന്താ ഇത്ര 4 ഡയമണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മണ്ടയ്ക്ക് പോയിട്ട് ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കും ഗൈസ്. പിക്കാക്സിൻ്റെ ആവശ്യമൊക്കെ അല്ലെങ്കിൽ 4 ഡയമണ്ട് നമ്മൾ പൊട്ടിച്ചെടുക്കാൻ പോകും, അത്രേ ഉള്ളൂ. വേറെ ചുമ്മാ ഇരിക്കണ്ടെന്തിനാ, എൻ്റെ കൈ വരണ്ട. അല്ല, നമുക്കത് വെച്ചൊരു ആക്സും പിന്നെ ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. പിന്നെ ഈ അയൺ പിക്കാക്സും ആക്സും എടുത്ത് ദൂരെ കളയാം, വേറെ പണിയില്ല. എന്നാൽ മറ്റേ എന്തുവാ നമ്മളൊരു ഇതില്ല, നമ്മുടെ ബെഡിൻ്റെ അടുത്തുള്ള എന്തുവാ വേറെ ഐറ്റം ഫ്രെയിമിൻ്റെ അടുത്ത് എടുത്ത് വെക്കാം ഈ ആക്സ്, നല്ല ആവശ്യമുണ്ടാകും. അതുപോലെ ഗൈസ്, ഞാൻ 1.17 ഇതുവരെ ആയിട്ടും എന്തുവാ പ്രൊമോഷൻ കിട്ടിയിട്ടില്ല. 1.21 മാറണമായിരുന്നു, പക്ഷെ പ്രൊമോഷൻ കിട്ടിയില്ല. ഒരു നീരുന്നു ഈ പഴയ നമ്മുടെ നമ്മുടെ സ്റ്റിക്ക് കൊണ്ട് നമുക്കൊരു എന്താ പറയുക. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു പിക്കാക്സ് മാക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഈ വേർഡിലെ ഫസ്റ്റത്തെ പിക്കാക്സും പിന്നെ ഒരു ആക്സും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി സോഡ നമ്മുടെ കയറിയതോട്ടെ ബാക്കിയെല്ലാം നമ്മുടെ ടൂൾസ് പട്ടിയിനകത്ത് കൊണ്ടുവെക്കാം. നമുക്ക് ഈ കാര്യം എടുത്ത് ഈ സാധനം എന്തുവാ ഗ്രിൻഡ് സ്റ്റോൺ എടുത്ത് ഇങ്ങോട്ട് വെക്കാം ഗൈസ്, സ്പേസ് ഇല്ല. അല്ലെങ്കിൽ ഇതൊന്ന് സോർട്ട് ചെയ്യണം, ഈ ആക്സ് ഇങ്ങോട്ട് വയ്ക്കോ, പിന്നെ പിക്കാക്സ് വയ്ക്കോ. ഡയമണ്ട് പിക്കാക്സ് എങ്ങനെയാണ് അത്? ഫ്രഷ് ഡയമണ്ട് അല്ല പിക്കാക്സ് അല്ല എടുത്തത്. എന്ത് പറ്റി? സോണാക്കാൻ പറ്റത്തില്ല, എന്ത് പരിപാടി? ഇതെങ്ങനെ എന്നാലും പറ്റിയത്? ഓ, നമ്മൾ ഗ്രൈൻഡ് സ്റ്റോൺ പൊട്ടിച്ചില്ല, അത് നമ്മൾ ഡയമണ്ട് വെച്ചായിരുന്നു. സോർട്ട് ചെയ്യണമായിരുന്നല്ലോ. അതെല്ലാം ഇങ്ങോട്ട് ഇപ്പോൾ ഇപ്പോഴത്തേക്ക് ഇരുന്നോട്ടോ, പിന്നെ എല്ലാം നമുക്ക് ചെയ്യാം. എന്ത്
ഗോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ബെല്ലടിച്ചേക്കാം. കംപ്ലീറ്റ്. അവൻ്റെ പേര് നമുക്ക് നിങ്ങൾക്ക് ഒരുത്തും പറഞ്ഞാൽ ഫിറോക്സിൻ്റെ പേര് എന്നെ ട്രോളാക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. പറയട്ടെ ആൽബിൻ മിക്കിയില്ലേ മിക്കി മൗസൊക്കെ മൗസാണ് എന്നെ ഒരുത്തം കമൻറ്റ് ചെയ്ത് മറ്റേ സുധിയണ്ണൻ്റെ പറഞ്ഞെന്താ സുന്ദരിയിലാണ് രണ്ടും കമൻറ്റ് വായിച്ചു നോക്കിയപ്പോൾ അതോടെ കൂട്ടി നോക്കിയിട്ട് ഒരു രമണൻ എൻ്റെ പേര് രമണൻ പോടാ എനിക്കും വേണ്ട എന്തുകൂടെ രമണ നിനക്ക് ടൈമൊക്കെ ചെയ്തല്ലേ എന്തായാലും ആ ഫുഡൊക്കെ ഉണ്ടല്ലോ. ഇനി എന്തായാലും സ്റ്റേബിൾ ഉണ്ടാക്കണ്ട. സ്റ്റേബിൾ എന്താ പറയുക ഇവിടെ ഒട്ടിക്കാൻ നോക്കട്ടെ. ഷവലെടുത്ത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു ഇവിടെയായിട്ട് സെറ്റ് ചെയ്യാം. ഇവിടെ കുഴപ്പമില്ല അല്ലേ? അപ്പോൾ ഞാൻ ഈ സ്റ്റേബിൾ ഒന്നും പറഞ്ഞ് പണിയാണ് എടുക്കണത്. ഗൈസ് ആഫ്റ്റർ എ ലോങ് മൂമെൻറ്റ്സ് ലേറ്റർ നമ്മുടെ സ്റ്റേബിൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരു സാധനം കൂടെ ചെയ്തിട്ടുണ്ട്. അത് സസ്പെൻസാണ്. അത് കാണിക്കാം നിങ്ങളെ. ഓക്കെ അത് കണ്ടിട്ട് അതായത് ക്രിയേറ്റീവ് അല്ല ഗൈസ്, സത്യമായിട്ടും ക്രിയേറ്റ് അല്ല. നമ്മുടെ ഡയമണ്ട് ആക്സ് വെച്ചല്ല ഇത്രയും ചെയ്തത്. നമ്മുടെ മറ്റേ നേരത്തെ അയണില്ല, അത് പൊട്ടി വീണ്ടും ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ സ്കോൾ സ്റ്റേബിളിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് കാണിക്കാൻ അപ്പോൾ നോക്കാം ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് പേഴ്സൺ എടുത്ത് ഗൈസ്. അപ്പോൾ കാണിച്ചു തരാം. 3, 2 നമ്മൾ രമണനെയൊക്കെ അവനോട് വെച്ചിട്ടുണ്ട് കേട്ടോ. 3, 2, 1, 0 ഗൈസ്. ഗൈസ് അപ്പോൾ അതിൻ്റെ നമ്മുടെ രമണനെ അവനെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? രമണ ഇറങ്ങണ രമണ. അവ രമണൻ വേറെ. ഓക്കെ രമണ എന്ത് പറയുന്നു? ഇല്ലടാ നീ പോടാ. എനിക്ക് നിന്റെ ഒരു കൂടെ ഉണ്ട്. ഞാൻ നിന്നെ കൊണ്ട് ഇവിടെ ഇരിക്കണ പൊട്ടാ പോടാ. ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ സസ്പെൻസ് എന്ന് വെച്ചാൽ പുറകിലോട്ട് കാണിക്കാം. 3, 2, 1, 0 നമ്മളപ്പോൾ ഒരു റൂട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ക്രിയേറ്റ് അല്ല, സത്യമായിട്ട് ഞാൻ അവിടെ നിന്നൊക്കെ മരം മുറിച്ച്, ഇവിടെ കുറേ മരം ഉണ്ടായിരുന്നു, അതൊക്കെ മുറിച്ചാൽ ഞാൻ സത്യമായിട്ടും. പിന്നെ താഴോട്ട് ഇറങ്ങി കാണിക്കാം. ഇതാണ് നമ്മുടെ പുതിയ റൂട്ട്. ഈ റൂട്ടിൽ കൂടെ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ റിവറാണ് ഗൈസ്. റിവർ ഒരു ചെറിയ ലേക്കാണ്. അവിടെ ഒരു പാലം സെറ്റാക്കണം ഗൈസ്. അവിടെ നമുക്ക് ബിൽഡൊക്കെ കൊണ്ടുവരണം. സ്കൂള് സൂതിയാണെന്നെ കൂട്ടൊക്കെ അവിടെ റിവറാണ്. നമുക്ക് ചുമ്മാ ഒരു റൂട്ട് സെറ്റാക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഒരു ബിൽഡിങ്ങൊക്കെ കൊണ്ടുവരണം. ഓക്കെ കൊണ്ടുവരാം ഗൈസ്. ഓക്കെ വീട്ടിനകത്ത് കയറാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗോളെല്ലാം തീർത്തിട്ടുണ്ടോ? ഡയമണ്ട് പിക്കാക്സ് മാക്സിമം ഉണ്ടാക്കി. പിന്നെന്തുവാ നമ്മുടെ സ്വന്തം സ്റ്റേബിൾ ഉണ്ടാക്കി. പിന്നെ എന്തോ 3 ഗോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന റൂട്ടൊക്കെ. മോബിന് സ്പോണാകില്ല. കുറേ ലൈറ്റപ്പൊക്കെ ചെയ്തു. അപ്പം ഇനി അടുത്ത ദിവസമായിരിക്കും നമുക്ക് നാളെ ഇടാം ഗൈസ്. നാളെ ഉറപ്പായിട്ട് വീഡിയോ വരും. ഇനി മുതൽ എപ്പോഴും വീഡിയോ വരും ഗൈസ്. എക്സാം ആയതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു XP ഫാമൊക്കെ ഉണ്ടാക്കും. എന്നാലും നമുക്ക് ഫുൾ ഡയമണ്ട് ആർമറൊക്കെ ആയിട്ട് എൻജോയ്മെൻ്റൊക്കെ ചെയ്യണ്ടായോ. ഫോർച്യൂൺ 3 ആഡ് ചെയ്യണം. അതിനകത്തൊക്കെ എപ്പൊടി നമ്മളിവിടെയൊക്കെ നേരത്തെ എൻജോയ്മെൻറ്റിങ് സ്റ്റേഷൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ചുമ്മാ. ഓക്കെ ഗൈസ് ഒരു ഇൻട്രോ എന്നിട്ട് ടാറ്റ പറയാം ഗൈസ്. അപ്പോൾ എല്ലാ മറ്റവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്ത് നടന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ അതിന് മുമ്പ് ഗൈസ് എനിക്ക് 100 സബ്സ്ക്രൈബൊക്കെ ആയി. നന്ദിയായി ഗൈസ്. ഇനിയും കുറേ 100 സബ്സ്ക്രൈബോടെ ആയി. നമുക്ക് 200 ആവും. 100 to road to 200 ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ വീഡിയോ വരുന്നതായിരിക്കും. XP ഫാം നമ്മളെ പണയും നാളെ. ഓക്കെ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. ബൈ. ഓക്കെ ബൈ.